എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPSന്റെ തുടർന്നു വരുന്ന മലയാളം വെബിനാറിന്റെ 2090-ാം ദിവസമാണ്. ഇന്നത്തെ മലയാളം വിഭാഗത്തിൽ നമുക്കൊരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ സാദത്ത് സേട്ടാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി നമുക്ക് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഡോക്ടർ സാദത്ത് സേട്ട് സാർ ഒത്തിരി ക്ലാസ്സുകൾ നമുക്ക് ഇതിനകം എടുത്തിട്ടുണ്ട്. ഒത്തിരി വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. ഇന്ന് ചികിത്സാ അനുഭവങ്ങളാണ് ഡോക്ടർ പങ്കുവയ്ക്കുന്നത്. ഡോക്ടറുടെ ചികിത്സാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി എത്തുന്ന ഈ വേളയിൽ സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ കൊച്ചിയിൽ സേഡ്സ് ഹോമിയോപ്പതി എന്നുള്ള ഒരു സ്ഥാപനം നടത്തി വരുന്നു. പല സംഘടനകൾക്ക് വേണ്ടി പല പ്ലാറ്റ്ഫോമുകളിലും ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. IFPSലെയും സ്ഥിരം ഫാക്കൽറ്റിയാണ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഡോക്ടർ സാദത്ത് സേട്ടിനെയും വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ, നമുക്ക് സെഷൻ ആരംഭിക്കാം. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാം. നന്ദി IFPH. നന്ദി. കേൾക്കാമോ മാഡം? കേൾക്കാം. ഓക്കെ, ഏറ്റവും നന്ദി. കുറെ കാലങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്ത ഒരു വ്യക്തികളായിരിക്കും. ഇന്നും ഒരു ഡിഫറെന്റ് അല്ല, കുറെ നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് ഷെയർ ചെയ്യണം. അത് വിത്ത് എവിഡൻസും കൂടി ആയിക്കോട്ടെ. ഓക്കെ. കാണാമോ? കാണാം. ഓക്കെ. ഇത് ഫസ്റ്റ് കേസ്. ഇന്ന് ഹോട്ട് കേക്ക് ആണ്. വളരെ എക്സൈറ്റഡ് ആയിട്ട് റിസ്ക് എടുക്കണോ വേണ്ടേ എന്നൊക്കെ വിചാരിച്ച് കേസ് എടുത്ത് ഇത് എത്രത്തോളം സ്കോപ്പ് ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കൊരു ഐഡിയ ഇല്ലാതിരുന്ന ഒരു കേസാണ്. ആരോ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പൊ പിന്നെ കളയാനും അല്ലെങ്കിൽ അവരെ പറ്റൂല എന്ന് പറഞ്ഞ് വിടാനും ഒരു മടി. അപ്പൊ അങ്ങനെ ഒരു കുട്ടി 10 വയസ്സുള്ളത്, അവന്റെ സ്കിൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു ഇച്ചിറ്റോസിസ് കേസസ് ആണ്. വെരി സിവിയർ. 10 കൊല്ലമായിട്ട് അവൻ ചിരിച്ചു കണ്ടിട്ടില്ല. അത്രയ്ക്കും നമുക്കും അറിയാം, നമുക്കൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി. കേസ് എടുത്തപ്പോഴും എനിക്കും വലിയ, കാരണം നമ്മൾ എടുക്കുന്ന കേസ് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ ഇത് പറ്റുമോ ഇല്ല എന്നുള്ള. അപ്പൊ തന്നെ നമ്മളുടെ മൂഡും നമ്മളുടെ മനസ്സും എന്തോ എടുക്കുന്നു എന്നുള്ള നിലയ്ക്ക്, അല്ലാതെ നമുക്ക് കേസ് എടുക്കുന്നു എത്രത്തോളം സ്കോപ്പ് ഉണ്ടാവും എന്ന് അറിയാത്തത് കൊണ്ട് ഞാനത് മനസ്സോട് എടുത്തപ്പോൾ കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ പാരൻസ് പെട്ടെന്ന് പറഞ്ഞു, ഈ സ്കിൻ എപ്പോഴും പൊളിഞ്ഞു പോകും. വേറെന്താ, ബാക്കിയൊക്കെ എന്താ ഭക്ഷണം കഴിക്കുക അത് തന്നെ, എങ്ങനെ ഏത് വെള്ളത്തിലേക്ക് കുടിക്കുക, തണുത്ത വെള്ളത്തിൽ കുടിക്കുക, പഠിക്കാൻ എങ്ങനെ, ബാക്കി ഇതൊക്കെ ഓൾമോസ്റ്റ് എവറിത്തിങ്. ചൊറിച്ചിലുണ്ടാ? ഇല്ല. ഇങ്ങനെ ഇരിക്കും. ഇടയ്ക്ക് വല്ലപ്പോഴും ചൊറിച്ചിൽ വരും. സ്കിൻ ഇത്രയും ഡാർക്കാണ്. പക്ഷെ ഒരൊറ്റ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ആഴ്ച കൂടുമ്പോൾ ഇതിങ്ങനെ പൊളിഞ്ഞു പോകും. അപ്പം നമ്മുടെ മനസ്സിൽ ഈ ഒരു സിംറ്റം മാത്രമേ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ ഈ പേഷ്യന്റിന് ഞാൻ കൊടുത്ത കേസ് മെഡിസിൻ ലാക്കസിസ് 30 ആണ്. ഇത് ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് വന്ന അന്ന് എനിക്ക് അയച്ചു തന്ന ഫോട്ടോ ആണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഇതാണ് ആ കുട്ടി. ഓക്കെ. ഓക്കെ, ഇത് ഫസ്റ്റ് ഡേയുടെ ഫോട്ടോസ് ആണ്. ഓക്കെ, ആ കുട്ടിയുടെ മുഖത്തൊന്ന് നോക്കുക. ഇത് ഒരു 1 വീക്കിനുള്ളിൽ എനിക്ക് അയച്ചു തന്ന ഫോട്ടോ ആണത്. ജസ്റ്റ് സീ ദ ഡിഫറൻസ്. ആ മുഖം ഒരു കുറച്ചും കൂടി ഒരു ഡാർക്ക് കളർ മാറി ഒരു ലൈറ്റ് കളേഴ്സ് ആയി തുടങ്ങി. അതിന്റെ ബാക്കിൽ ഒന്ന് നോക്കി, സീ ദ ഡിഫറൻസ്. കുട്ടിയുടെ ഫസ്റ്റ് ഫോട്ടോ, കൈയിന്റെ ഫോട്ടോ, കാലിന്റെ ഫോട്ടോ. ഓക്കെ. ലാക്കേസിസ് 30 1 ഡോസ് ആണോ? 1 ഡോസ് അല്ല, TDS ആയിട്ട് കൊടുത്തിട്ടുണ്ട്. See the difference. And ഞാനൊരു വീഡിയോ, ഒരു ഫോട്ടോ ഇപ്പൊ വന്നതാണ്. 2 മിനിറ്റിന് 2 മിനിറ്റ് മുമ്പ് ഞാൻ ഇരിക്കാതെ ഇന്ന് ക്ലാസ് ഉണ്ടെന്ന് അവർക്ക് അറിയില്ല എന്ന് തോന്നുന്നു.
അവർ ഇപ്പൊ ഇട്ട ഫോട്ടോ ആണ്. Can anyone see? ഡിഫറൻസ് കാണാൻ പറ്റുമോ ഫേസിൽ? കുറച്ചുകൂടെ ഉയർത്തിപ്പിടിക്കാമോ? ഇച്ചിരൂടെ. ആ, എനിക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ കുട്ടിയുടെ ഫേസ് ഒന്ന് നോക്കി. വ്യത്യാസം കാണാമോ? ആ, ചുമന്ന വെളുത്ത സാധാ കളർ പോലെ. കളർ പോലെ. പ്ലസ് നെറ്റി ഒന്ന് നോക്കിയേ, ഡാർക്ക് ബ്ലൂ. ഇനി ഈ ഫോട്ടോ യു ക്യാൻ കമ്പയർ ദിസ് ഫോട്ടോ, കമ്പയർ ചെയ്തോ. ഓൾമോസ്റ്റ് നോർമൽ. ഓൾമോസ്റ്റ് നോർമൽ. ഇത് ലെസ് ദാൻ എ മന്ത്. ലെസ് ദാൻ എ മന്ത് നമ്മളുടെ ഇതിൽ വന്ന ചേഞ്ച് ആണ്. ഞാൻ തന്നെ ഞെട്ടിത്തിരിച്ചിരിക്കുക ഇപ്പോഴത്തെ ഫോട്ടോ കണ്ടിട്ട്. അവന്റെ ബോഡി നോക്ക്, കളർ ചേഞ്ചസ് വരുന്നു. ഇത്രയും വ്യത്യാസങ്ങൾ വിത്തിൻ എ മന്ത് നമുക്ക് വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ, ടിഞ്ചേഴ്സ് അങ്ങനെ എന്തെങ്കിലും? ഒന്നും ഈ കേസിന് ഞാൻ കൊടുത്തിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സംഭവം. കാരണം എനിക്കൊരു ഹോപ്പ് ഇല്ലാത്തൊരു കേസായിരുന്നു. അപ്പൊ എങ്ങനെയെങ്കിലും നമുക്കൊരു ഹോപ്പ് ഇല്ലെങ്കിൽ ആ ഒരു കേസ് എടുക്കാന്നതിൽ തന്നെ എനിക്കൊരു മടിയുണ്ട്. പക്ഷെ ചില കേസുകൾ നിമിത്തങ്ങളായിട്ട് നമ്മുടെ അടുത്ത് വന്ന് ചാടും. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കേസ് ഈ ഒരു സിംറ്റം കൊണ്ട് മാത്രമാണ്. ഇനി ചിലപ്പോൾ ഞാൻ ഒന്നും കൂടി ഫർദർ കേസ് എടുക്കുമ്പോൾ ചിലപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഓക്കെ. ഈ ഒരു ഫസ്റ്റ് കേസ് ഹോട്ട് കേക്ക് ഇപ്പൊ വന്ന് കയറി ചാടിയ ഒരു കേസാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതെടുക്കണം. അത് ഫസ്റ്റ് തന്നെ കാണിച്ചത്. ജൂനിയേഴ്സിന് ആർക്കെങ്കിലും ഹോമിയോപ്പതിയുടെ സ്കോപ്പ് എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ഒരൊറ്റ കേസ് മതി. ഇതൊരു പുതിയ വെരിക്കോസ് അൾസർ കേസാണ്. ഓക്കെ. ഫോട്ടോ തന്നെ ഫസ്റ്റ് കാണുന്നത് ഈ ഫോട്ടോയിലുള്ള വന്നതാണ്. എനിക്ക് ഫസ്റ്റ് വന്നപ്പോൾ ഈ കേസ് ഉണ്ടായിരുന്നു. ഓക്കെ. അത് ഓരോ സ്റ്റേജസിലും ലേറ്റസ്റ്റ് ഫോട്ടോസ് ഇതിലുണ്ട്. ഓരോ സ്റ്റേജസിൽ ഞാൻ കാണിച്ചു ഈ സ്റ്റേജസ്. ഞാൻ ഫോട്ടോസ് ഒന്നും കൂടി ഇട്ട് തരാം. ഡോണ്ട് വറി, കാണാത്തവർക്കുണ്ടെങ്കിൽ യു ക്യാൻ ഫോക്കസ്. സാധാരണ വെരിക്കോസ് അൾസേഴ്സ് വരുന്നത് ഒന്നില്ലെങ്കിൽ മീഡിയൽ സൈഡിൽ മാത്രമായിരിക്കും. ലാറ്ററൽ സൈഡിൽ വെരിക്കോസ് അൾസേഴ്സ് കാണാൻ സാധ്യത കുറവാണ്. പക്ഷെ ഈ പേഷ്യന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് സൈഡിലുണ്ട്, മീഡിയൽ ആൻഡ് ലാറ്ററൽ സൈഡിൽ അൾസേഴ്സ് ഉണ്ടാകും. ഞാൻ ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. ഇതൊക്കെ ഉണങ്ങി ഓക്കെ. ഇത് ഫ്രഷ് ആയതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. ഇപ്പോഴും ഓൺഗോയിങ് ട്രീറ്റ്മെന്റിലാണ്. ഇത് ഓൾമോസ്റ്റ് ഹീൽഡ്. ലാറ്ററൽ സൈഡിന്റെ ഫോട്ടോസ് ആണിത്. അതിന്റെ കംപ്ലീറ്റ് ഹീലായി. ഓക്കെ. ഈ ഒരു കേസ് മാഗോട്ട് വരെ വന്ന കേസാണ് കുറച്ച് ദിവസമായിട്ട്. പക്ഷെ അവരുടെ ഒരു ഇതുകൊണ്ട് അങ്ങനെ മാഗോട്ട് ഉള്ളത് എടുക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് എനിക്ക് ആ ഫോട്ടോസ് കിട്ടിയിട്ടില്ല. ബട്ട് ഈ ഒരു കേസ് ആംപുറ്റേഷനും കൂടി വെച്ചതാണ്. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 3 കൊല്ലമായിട്ടുണ്ട് ഇത്. ഇവരെ ചെന്നപ്പോൾ ആംപ്യൂട്ട് ചെയ്ത് കളയണം, അല്ലാതെ പറ്റൂല എന്ന് പറഞ്ഞൊരു കേസാണ്. അതിപ്പോ ഓൾമോസ്റ്റ് 99% കേസ് ഹീലായിട്ടുണ്ട്. ഇത് ഓരോ സ്റ്റെപ്സ് ആണ് ഹീലിംഗിന്റെ. ഇത് എനിക്ക് വന്ന ഫസ്റ്റ് കേസ്. ഓക്കെ. പിക്ചേഴ്സ് ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പാണിത്. ഓക്കെ. ഓരോ ദിവസം നമ്മൾ ക്ലീനിങ്, ഇതിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് കേസ് കാണുമ്പോൾ തന്നെ നമ്മൾ എടുക്കണം എന്നുള്ള ഒരു 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 എന്താ പറയാ, ഒരു ജഡ്ജ്മെന്റ് വരണം, നമ്മളെ കൊണ്ട് പറ്റുമില്ല എന്ന്. ഓക്കെ. ഞാൻ ഓരോ സ്റ്റെപ്പിന്റെയും കാണിക്കുകയാണ് ഹീലിംഗ് പ്രോസസ്സ്.
ഓക്കെ, ഉണങ്ങണുണ്ടോ? ഈ സ്റ്റേജിലും ഇതിന് തൊട്ട് മുമ്പായിരുന്നു മാഗോട്ട് ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ മാഗോട്ട്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ, ഇങ്ങനൊരു അൾസർ കാണുമ്പോൾ തന്നെ നമ്മൾ വെച്ചിട്ട് പോകും. പക്ഷേ ഹോമിയോപ്പതിക്ക് ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള അൾസർ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമിയോപ്പതിക്ക് മാത്രമേ ഉള്ളൂ ഇത്രയും ഡീപ്പായിട്ടുള്ള പെട്ടെന്ന് റിലീഫും കിട്ടും. ഇതൊക്കെ ഇപ്പൊ ഒരു ഓൾമോസ്റ്റ് ഒരു 3 മാസം ആയിട്ടില്ല. ഇപ്പൊ പേഷ്യന്റ് ഓടി നടക്കുന്നുണ്ട്. ബെഡ് റിഡൻ ആയിരുന്നു. ലാറ്ററൽ സൈഡിലുള്ള ഹീൽ ചെയ്ത് വരുന്നുണ്ട്. ഞാനിത് ലൈവായിട്ട് പ്രസന്റ് ചെയ്താണ് പേഷ്യന്റിന് കഴിഞ്ഞ QPHയുടെ ആനുവൽ സെമിനാറിന്. പേഷ്യന്റും ലൈവായിട്ട് വന്നു. സീ ദ ഡിഫറൻസ്. ഓക്കെ, ഹീൽ ചെയ്തു. ഇപ്പൊ അതും ഇല്ല. ഇപ്പൊ ഓൾമോസ്റ്റ് ഹീലായി. നാളെ വേണമെങ്കിൽ എനിക്ക് പുതിയ ഫോട്ടോ കിട്ടും. ഓക്കെ, പക്ഷെ ഇതിൽ നമ്മൾ കൊടുക്കുന്ന മെഡിസിൻസ് കുറച്ച് പണി എടുത്തിട്ടുണ്ട്. സിംഗിൾ മെഡിസിൻ എന്നൊന്നും പറഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഞാൻ പേഷ്യന്റിനെ കാണുന്നത് തന്നെ വീക്ക്ലി വൺസ് ആണ്. അവരുടെ ഒരു കെയർ ടേക്കർ ആണ് ഇത് ഡ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. കാലണ്ടറിൽ ഇച്ചിനേഷ്യ വെച്ചിട്ട് ഡ്രസ് ചെയ്തിരുന്നു. ഇടയ്ക്ക് കുറുക്കുമൽ ലോങ്ങ മിക്സ് ചെയ്തിട്ട് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് എക്സ്റ്റേണൽ ഓയിൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ നമ്മുടെ സ്റ്റെറിലൈസ്ഡ് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഡ്രസ് ചെയ്യാൻ പറയും. ആദ്യമൊക്കെ ഞാനൊരു ഒന്നരാടം പോയി ഡ്രസ് ചെയ്തിരുന്നു. വൺസ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവരുടെ അടുത്ത് തന്നെ പറഞ്ഞു നിങ്ങൾ ഡ്രസ് ചെയ്ത മെഡിസിൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റേജിലും ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ഒക്കെ ഗൺ പൗഡർ കൊടുത്തിട്ടുണ്ട്. സിഫിലിനം ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ആസിഡ് ഫ്ലോർ, സിഫിലിനം. ഓക്കെ, കാർബോജും കൊടുക്കും. വൈപ്പറ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ വെരിക്കോസ് അൾസർ. ഞാൻ പല ക്ലാസ്സുകളിലും പല കേസുകളിലും ഇങ്ങനത്തെ കേസുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ 3 മെഡിസിൻ, സിഫിലിനം, വൈപ്പറ, ഗൺ പൗഡർ, ഇത് 30ന്ന് പോയി 1 വരെ എത്തും. ഓക്കെ, സൈലീഷ്യ നല്ല ഇങ്ങനത്തെ പഞ്ച്ഡ് ഔട്ട് അൾസേഴ്സും ഡെപ്ത് ഒക്കെ ഉണ്ടെങ്കിൽ സൈലീഷ്യ ഇസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. സൈലീഷ്യ 1M 10M വരെ പോവാം, ഒരു കുഴപ്പം ഉണ്ടാവില്ല. 10M ഫ്രീക്വന്റ് റിപ്പീറ്റേഷൻ വരെ പോകും, 4 നേരം 2 മണിക്കൂർ. ഓക്കെ, ഗ്രാനുലേഷൻ കൂടാൻ വേണ്ടി വൺ ഓഫ് ദ പഞ്ച്ഡ് ഔട്ട് അൾസറിന്റെ ഡെപ്ത് ഉണ്ടെങ്കിൽ യു ക്യാൻ ഗിവ് സൈലീഷ്യ 10M വരെ നമുക്ക് ഫ്രീക്വന്റ് റിപ്പീറ്റ് ചെയ്യാം. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. എങ്ങനെ റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെ ചോദിച്ചാൽ അവിടെ കൊടുത്തിട്ടുണ്ടോ, തിയററ്റിക്കലി കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ ഒരു ധൈര്യം. ഇങ്ങനത്തെ കേസ് ഫ്രീക്വന്റ് ആയിട്ട് കൊടുത്താലേ എന്തെങ്കിലും റിസൾട്ട് കിട്ടും. ഓക്കെ, അല്ലാതെ നമ്മൾ ഒരു ഡോസ് കൊടുത്ത് വെയിറ്റ് ചെയ്ത് ഡ്രസ് ചെയ്തിട്ട് അതിന്റെ സ്ലഫ് വരുന്നോ അല്ലെങ്കിൽ ഗ്രാനുലേഷൻ വരുന്നൊന്നും കാത്തിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ആംപ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞ കേസാണ്. എൻ്റെ മുമ്പിൽ ഇത് ഇങ്ങനത്തെ ഒരു കേസുകൾ പറഞ്ഞു തരാനല്ല. അപ്പോൾ ഐ ഹാവ് ടു ടേക്ക് എ റിസ്ക്. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെഡിസിൻ ആണ് സ്റ്റെഫൈലോകോക്സിൻ അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്സിൻ. ഇത് 2 മെഡിസിനും നല്ലതാണ്. പക്ഷെ സ്കിന്നിൽ വരുമ്പോൾ സ്റ്റെഫൈലോകോക്സിൻ ആണ് കൂടുതൽ സെപ്റ്റിസീമിയ പ്രിവെന്റ് ചെയ്യും. ഓക്കെ, റിസൾട്ട്സ് ഫാസ്റ്റർ ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ 2.5 മാസം കൊണ്ട് ഓൾമോസ്റ്റ് ഹീൽഡ്. വേണമെങ്കിൽ നാളെ അടുത്ത വല്ല ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ കൂടെ ഫോട്ടോസ് ഇടാം. 90% ഹീല്. ചെറിയൊരെണ്ണം കൂടി ഉണ്ട്, അത് മരുന്ന് കൊടുത്തില്ലെങ്കിലും അത് ഹീലായിക്കോളും. പേഷ്യന്റ് കെടുപ്പായിരുന്നു, ബെഡ് റിഡൻ ആയിരുന്നു, വേദനയും ഇതുകൊണ്ട്. ഇപ്പൊ ആൾ ഓടി നടക്കുന്നുണ്ട്. ഞാനൊന്ന് നാളെ പോയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാം. ഓക്കെ, ഇത് അനദർ ബ്യൂട്ടിഫുൾ കേസ്. ഒരു 6 വയസ്സുള്ള കുട്ടിയാണ്. ഹോമിയോപ്പതിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരു വലിയൊരു ഉത്തരവുണ്ട്. അലോപേഷ്യ എറേറ്റയാണ്. ഈ കേസും അവരുടെ അമ്മ ലൈവായിട്ട് ആ ക്ലാസ്സിൽ വന്നു. ഓക്കെ, സീ ദ കേസ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഫസ്റ്റ് എനിക്ക് വന്നപ്പോൾ ഉള്ള കേസ്. ഓക്കെ, പിന്നെ അവിടുന്ന് ഫ്രണ്ട് മൂന്നും നമുക്ക് ആ ഫോട്ടോ വരച്ച് തന്നാണ്. ഇതാണ് സ്ഥിതി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സീ ദാറ്റ് ഡിഫറൻസ് നോക്കിക്കോട്ടാ. മുടി വരണത് ഓരോ സ്റ്റേജസിലും മുടി വരണത്. ഓരോ സ്റ്റേജസിലും നമ്മളുടെ മെഡിസിൻ കൊണ്ട് ഓരോ സ്റ്റേജസിലും നമുക്ക് മുടി വരണത്. ആൻഡ് സീ ദ ഡിഫറൻസ്. ഓക്കെ,
നമ്മൾ പറയണല്ലോ, ഇറ്റ്സ് എ ഗ്രോത്ത്, ഹെയർ ഗ്രോത്ത് ആണ്. ആൻഡ് ദിസ് ഇസ് ദ ഫൈനൽ സ്റ്റെപ്പ്. പേഷ്യന്റ് ഇപ്പൊ മുടി വെട്ടി, അത്രയ്ക്ക് വലുതായിട്ട് അവള് താഴത്തുനിന്ന് മുടി വെട്ടി അഹങ്കാരം കാണിച്ചു തുടങ്ങി. ഓക്കെ, അപ്പൊ ഇത് ലാസ്റ്റ് സ്റ്റേജ്. ഇത് കുറച്ചും കൂടി മുമ്പുള്ളത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ബാക്കിലത്തെ ഹെയർസ് ഓരോ സ്റ്റേജസിലാണിത്. ഫോട്ടോസ് കുറെ ഉണ്ട്, ഞാൻ കുറച്ചൊക്കെ അത്യാവശ്യം റിലവൻ്റ് ആയിട്ടുള്ള മാത്രം ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കുറെ ഉണ്ട്. അപ്പൊ PPT-ലാക്കുമ്പോൾ കണ്ടമാനം കിട്ടി, എല്ലാ ഫോട്ടോസും കയറ്റിയിട്ടിട്ട് കാര്യമില്ല. സീ ദ ഡിഫറൻസ്, സീ ദ ഡിഫറൻസ്, സീ ദ ഡിഫറൻസ്. ഓരോ ദിവസവും ഓരോ 2 ആഴ്ച കൂടുമ്പോഴുള്ള ചേഞ്ചസ് ആണ്. ഓക്കെ, ദിസ് ഈസ് ദ റിസൾട്ട്. ഓക്കെ, മെഡിസിൻസ് 90% ഓഫ് ദ കേസസിൽ തുടക്കത്തിൽ ആസിഡ് ഫ്ലോർ, സിഫിലിന, കാർസിനോസിൻ, സിഫിലിനം. പിന്നെ ഈ കുട്ടിക്ക് വേർട്ടെക്സിൽ നമ്മൾ ബോറിക്ക് എടുത്ത് നോക്കിയോ, വേർട്ടെക്സിൽ ഏറ്റവും കൂടുതൽ ഹെയർ ഫോൾ ഉണ്ടെങ്കിൽ ഹെപ്പാസൾഫ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ഓക്കെ, നമ്മൾ എത്ര ഇതൊക്കെ കൊടുത്താലും ചില സമയത്ത് നമ്മൾ ഒന്ന് ബുക്കൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ റെപ്പർട്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഫസ്റ്റ് കേസ് വന്നപ്പോഴല്ല, ഞാനൊരു പിന്നെ കുറച്ചൊന്ന് നോക്കി വന്നപ്പോൾ വേർട്ടെക്സിൽ ഒന്ന് കണ്ടപ്പോൾ ഇറ്റ്സ് സംതിങ് ഡിഫറെന്റ്. അപ്പൊ അങ്ങനെ ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് വന്നപ്പോഴാണ് ഹെപ്പാസൾഫ് വരുന്നുണ്ട് കുട്ടിക്ക്. അപ്പൊ ഹെപ്പാസൾഫ് നമ്മൾ കോൾഡിനും ബോയിൽസിനും സ്കിൻ കംപ്ലൈന്റിനും മാത്രമല്ല, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഈവൻ ഫോർ ഹെയർ ഫോൾ. ഓക്കെ, പക്ഷെ സിഫിലിനും കാർസിനോസിനും ഈ കുട്ടിക്ക് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ADHD ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തതാണ്. അർജന്റീൻ നൈട്രിക്കും കാർസിനോസിനും ഞാൻ കൊടുത്തത് ADHD ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ആ കുട്ടിയുടെ റെസ്റ്റ്ലെസ്നെസ്സും ഒരു ഈ കുട്ടിക്ക് എന്താ പറയാ, ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അത്ര ഇതായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യണില്ല. ബട്ട് ദിസ് ഈസ് എ ഫോട്ടോ. വലിയ കാര്യമായിട്ടുള്ള വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ആൻഡ് ഷീസ്, ആ കുട്ടി എനിക്ക് ഒരു ലെറ്റർ അയച്ചിരുന്നു. ലെറ്റർ ഞാൻ ഇട്ടിട്ടുണ്ടോ എന്നറിയില്ല. ഈ സ്കൂളില് അവളുടെ ഫ്രണ്ട്സ് ഹെലികോപ്റ്റർ ഇറക്കാലോ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ വരെ ഉണ്ട്. ഒന്ന് ആലോചിച്ചേക്ക്, ഒരു 6-7 വയസ്സുള്ള കുട്ടിയുടെ തലയിൽ ഹെലികോപ്റ്റർ ഇറക്കാലോ എന്ന് മുടിയില്ലാത്തതുകൊണ്ട്. ഇവളെ ക്ലാസ്സിൽ ആരും അടുപ്പിക്കുന്നുണ്ട്. ഇവൾക്ക് എന്തോ വേറെ മാരകമായ അസുഖമാണെന്ന് പറഞ്ഞിട്ടിരിക്കുക. എല്ലാവരും ചിലപ്പോൾ ക്യാൻസർ ആണോ എന്ന് പോലും സംശയിച്ചിട്ട് ടീച്ചേഴ്സ് പോലും ഈ കുട്ടീനെ അത്രയ്ക്കും റെസ്ട്രിക്ട് ചെയ്ത് വേറെ സെപ്പറേറ്റ് ഇരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇവനുള്ള തലയിൽ ഹെലികോപ്റ്റർ ഇറക്കണത്. ഇപ്പൊ അവള് മുടിയൊക്കെ ഈരി അടിപൊളിയായിട്ട് ക്ലാസ്സിൽ പോവും. ഇവളുടെ മദർ ഉള്ളത് ട്രാവൽ ആൻഡ് ടൂറിസം നടത്തുന്ന ഒരു ലേഡിയാണ്. അപ്പോൾ അടുത്ത ഒരു ഫോറിൻ ട്രിപ്പ് എനിക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്, അതും മോളുടെ റെക്കമെൻഡേഷൻ ആണ്. ഷി വിൽ ഡു എനിത്തിങ് ഫോർ ദ ഡോക്ടർ. അപ്പൊ ആ ഒരു ഡോക്ടറുടെ ഇത് വന്നപ്പോ ഇങ്ങനൊരു കേസ്, സിഫിലിനം, എന്താ പറയാ, ആസിഡ് ഫ്ലോർ, സെലീനിയം, ഹെയർ ഫോളിന്റെ മെഡിസിൻസ് എല്ലാം സിഫിലിനം ഉണ്ട്, ആസിഡ് ഫ്ലോർ ഉണ്ട്. ഓക്കെ, പിന്നെ ഹെപ്പാസൾഫ്. ഈ ഒരു കേസിൽ എനിക്ക് റിസൾട്ട് കിട്ടിയത് ഹെപ്പാസൾഫാണ് മെയിൻ ആയിട്ട്. ബാക്കിയൊക്കെ നമ്മൾ എല്ലാ കേസിലും കൊടുക്കുന്നുള്ളതുകൊണ്ട് സംതിങ് ഡിഫറെന്റ് ആൻഡ് ഫാസ്റ്റർ ആയിട്ട് റിസൾട്ട് കിട്ടിയത് ഈ ഒരു മെഡിസിൻ കൊണ്ട് കൂടിയാണ്. പിന്നെ സ്ഥിരം പറയുന്ന പോലെ നമ്മളുടെ മെഡിസിൻസ് ഉണ്ട്, നമ്മുടെ ഓയിൽ ഉണ്ട്, പിന്നെ ഞങ്ങൾ സ്പ്രേയും കൂടി കൊടുക്കുന്നുണ്ട്. സെയിം ഇൻഗ്രീഡിയൻസ് ഒന്നില്ലെങ്കിൽ ഓയിൽ ഫോമിൽ അല്ലെങ്കിൽ ഹെയർ സ്പ്രേ ആയിട്ട്. എപ്പോഴും ഓയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ യു ക്യാൻ അപ്ലൈ സ്പ്രേ, സ്കിൻ അബ്സോർപ്ഷനും നടക്കും. സെയിം മെഡിസിൻസ്, ഇച്ചിനേഷ്യ, ആർണിക്ക, കാമോമില, ജബ്രാൻഡി, തുച്ച, ബാഡിയാഗ, ബെൽസറൻ, സ്ട്രെഫിസാഗ്രിയ, സെബൽ സെർലെറ്റ, കാസ്റ്റർ ഓയിലും കോക്കനട്ട് ഓയിലും. ഞാൻ ഇനി ഇതിന്റെ ഇൻഗ്രീഡിയന്റ് പറയണില്ല എന്നുള്ള കംപ്ലൈന്റ് വരണ്ട. ഹെയർ ഓയിലിന്റെ ഇൻഗ്രീഡിയന്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ എങ്ങനെയൊക്കെ ഇടണം എന്നുള്ളത് മാത്രം
എല്ലാം നമ്മൾ ഈക്വൽ ഇതായിട്ട് ഇട്ടിട്ട് കാസ്റ്റർ ഓയിൽ കുറച്ച് കൂട്ടി, കാസ്റ്റർ ഓയിൽ 25% അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. 30-40% മെഡിസിനും ഒരു 20% കാസ്റ്റർ ഓയിലും ബാക്കിയുള്ളത് കോക്കനട്ട് ഓയിൽ. ഓക്കെ. ആ, ഇതൊരു ജയ തോമസ്, 49 ഫീമെയിൽ, കണ്ടീഷൻ കാർസിനോയിഡ് ട്യൂമർ വിത്ത് ലിവർ മെറ്റാസ്റ്റാസിസ്. ഓക്കെ. ഫാറ്റി ലിവർ ഉണ്ട്, മൾട്ടിപ്പിൾ ടാർജറ്റഡ് ലീഷൻസ് scattered in the both lobes of the liver with metastasis. Polylithiasis is an additional stuff. Okay, with reports ആണ്. Anyone can see. You can ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ you can talk to her, you can call her. പേഷ്യന്റ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കേസ് എനിക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പൊ ആ പേഷ്യന്റ് ഒരു എനിക്ക് തോന്നുന്നത് ഒരു 1.5 years ആയി എന്റെ ട്രീറ്റ്മെന്റ്, അതിൽ കൂടുതലായി എന്നാ തോന്നുന്നത്. ഈ ക്യാൻസർ നമുക്ക് പറഞ്ഞ് പേടിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാ പാരാമീറ്റേഴ്സും നോർമലാണ്. ആ ലേഡി പോവാത്ത വിദേശ രാജ്യങ്ങളില്ല ഇപ്പൊ. അതുവരെ ഇണങ്ങാത്ത ആള്. ഷീ ഈസ് ട്രാവൽ ടു ഇസ്രായേൽ, ഷീ ഈസ് ട്രാവൽ ടു യൂറോപ്പ്, ഷീ ഇപ്പോ കാനഡ ഒക്കെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോ. ഓക്കെ. ഇതിന്റെ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഐ ഷുഡ് സല്യൂട്ട് ഓൾ ദ അലോപ്പതിക് ഓങ്കോളജിസ്റ്റ് ഫോർ ദിസ്. അത്രയ്ക്ക് സപ്പോർട്ട് അവരെനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറയും ഈ സിസ്റ്റം വൈസ് പ്രശ്നങ്ങൾ അതാണ് ഇതാണ്, അതൊന്നുമില്ല. അവര് ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തില് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ മെഡിസിൻ എപ്പോ വേണമെങ്കിലും വരാം. എല്ലാ എന്തെന്നാ പറയാ, പെറ്റ് സ്കാൻ മുതൽ എല്ലാം അവര് റെഗുലർ ആയിട്ട് ചെയ്യിച്ചിട്ടുണ്ട്. അതിന്റെ ഒക്കെ റിപ്പോർട്ട്സ് ഇവിടെ ഉണ്ട്. ആർക്ക് വേണമെങ്കിലും നമുക്ക് സൂം ചെയ്തെടുക്കാം. ഓക്കെ. അപ്പൊ ഷീസ് പെർഫെക്റ്റ്. ഇപ്പൊ ഒരു പ്രശ്നവുമില്ല. ലിവർ മെറ്റാസ്റ്റാസിസ് ഉള്ളത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതിന്റെ ട്യൂമേഴ്സിന്റെ ഇത് കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ. കാർസിനോയിഡ് ട്യൂമർ ഇസ് അണ്ടർ കൺട്രോൾ. അതിന്റെ സൈസ് കുറഞ്ഞിട്ടുണ്ട്. സിംറ്റം വൈസും ബാക്കി കാര്യങ്ങളും പാരാമീറ്റേഴ്സും ഈവൻ അലോപ്പതിക്കാരുടെ പാരാമീറ്റേഴ്സും നമ്മുടെ പാരാമീറ്റേഴ്സും എവ്രിതിങ് ഇസ് നോ. ഓക്കെ. ഇപ്പൊ അവര് ഇവിടെ പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ലൈവ് വരെ കൊണ്ടുവരാൻ പറ്റും. അത്രയ്ക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. മെഡിസിൻസ് ഈ 1.5 കൊല്ലത്തിനുള്ളിൽ നമുക്ക് കൊടുത്തിട്ടുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ഓർണിത്തോഗാലം ആണ്. ഓർണിത്തോഗാലം നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സീക്കം ക്യാൻസേഴ്സിലും സീക്കം കേസുകള് ട്യൂമേഴ്സ് ഇൻ ദ സീക്കം, ഇതല്ല നമ്മളുടെ അപ്പൻഡിസൈറ്റിസ് അല്ല, ആന്റി ഇൻഫ്ലമേറ്ററി ഉള്ള എല്ലാ ട്യൂമേഴ്സിലും നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടുന്ന ഒരു മെഡിസിൻ ആണ് ഓർണിത്തോഗാലം. ഓക്കെ. പിന്നെ പ്ലംപമെറ്റ്, കൊണയം മാക്ക്, കാർസിനോസിൻ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. കുറെ കാലം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാർസിനോസിൻ 1 and 3 pills ബെഡ് ടൈം. എനിക്ക് വേണ്ടി ഞാൻ ഒരു 3, 4, 5 മാസം വരെ അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വീക്ക്ലി വൺസ് ആക്കി കുറച്ചിട്ടുണ്ട്. കൊണയം മാക്ക് ഇതേപോലെ തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്, 3 days ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓർണിത്തോഗാലം 3 pills 4 times a day. അത് കുറെ നാള്, എനിക്ക് തോന്നുന്നു 6 months to 1 year വരെ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ പേഷ്യന്റ് ഓർണിത്തോഗാലം. അതുകൊണ്ടും കൂടി ആയിരിക്കണം ഇത് കൺട്രോൾ വന്നിട്ട്. പിന്നെ നാട്രമ്യൂർ 1 ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഞാൻ കൊടുത്തിട്ടുള്ളൂ. ബിക്കോസ് ഇവർ കംപ്ലീറ്റ് ഫസ്റ്റ് വന്നപ്പോൾ ഇവർ അത്രയ്ക്കും ഡിപ്രഷൻസിലോട്ട് പോയി. ആ സമയത്താണ് നാട്രമ്യൂർ കൊടുത്തിട്ടുള്ളത്. ഇമോഷണലി അതിനെ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കൊടുത്തിട്ടുള്ള മെഡിസിൻസിൽ ഒന്നാണ് ഹൈഡ്രാസ്റ്റിസ്. ഹൈഡ്രാസ്റ്റിസ് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മെറ്റാസ്റ്റാസിസും ലിവറിനും പറ്റിയ മെഡിസിൻസ് ആണ്. കാൽമഗ് ഓൾ ടൈം ഫേവറേറ്റ്. ലിവറിന്റെ എന്ത് വന്നാലും SGOT, SGBT, അത് ഇത് ചപ്പ് ചവർ എന്ത് വന്നാലും ഓൾ ടൈം ഫേവറേറ്റ് മെഡിസിനിൽ ഒന്നാണ് കാൽമഗ്. സ്പെസിഫിസിറ്റി അങ്ങനെ കൊടുക്കാമോ ഇങ്ങനെ ഒന്നുമല്ല. കാൽമഗ് കൊടുത്തിട്ട് റിസൾട്ട് കിട്ടാത്ത വളരെ ചുരുക്കം കേസുകളെ ഉണ്ടാവും.
അപ്പൊ ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മളുടെ അടുത്ത് വരും. പക്ഷെ നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം, നമ്മൾ കേസ് എടുക്കുക എന്നുള്ളതാണ്. ഇത് റെഫർ ചെയ്യാൻ വഴിയില്ല, കാരണം അവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. അവരടുത്ത് പോയിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ആരോ പറഞ്ഞിട്ട് ഇതും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോൾ ആരോ പേഷ്യന്റ് അവരുടെ ബൈസ്റ്റാൻഡറോ ആരോ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡർ പറഞ്ഞിട്ടാണ് അവർ എൻ്റെ പേര് കേട്ടത്. ദേർ കെയിം ടു മീ. ഇപ്പൊ അവരെനിക്ക് ഇഷ്ടംപോലെ കേസുകൾ, ക്യാൻസർ എന്ന് കേട്ട അപ്പം ഇങ്ങോട്ട് വരും. ഐറിസ്റ്റനെക്സ് നല്ല മെഡിസിനാണ്, കാരണം ഗാസ്ട്രൈറ്റിസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ. മെർക്സോൾ, സ്ക്രോഫുലേറിയ നോഡോസ, മെർക്സോൾ ഒക്കെ വൺസ് ഇൻ എ വൈൽ നമ്മൾ എന്തെങ്കിലും സിംറ്റംസ്, ഇതൊക്കെ കൊടുത്ത മെഡിസിൻസ് ആയതുകൊണ്ട് ഞാൻ ഒന്നും മാറ്റിയിട്ടില്ല. ദിസ് ഈസ് വാട്ട് വി ഹാവ് ഗിവൻ ഇറ്റ്. അത് ചില സമയത്ത് നമ്മൾ മെർക്സോൾ കൊടുത്തിട്ടുണ്ട്. മെർക്സോൾസിന്റെ സിംറ്റം വരുമ്പോൾ ഞാൻ പലപ്പോഴും കൊടുത്തു. ഐറിസ്റ്റനെക്സ് ഗ്യാസ്ട്രൈറ്റിസും ഇതും എന്താ പറയാ ജേർഡും ഒന്ന് രണ്ട് പ്രാവശ്യം വന്നപ്പോൾ കൊടുത്തിട്ടുള്ളതാണ്. കൊളസ്ട്രീനം കൊടുത്തിട്ടുള്ളത്, ഫെൽറ്റോറിയം കൊടുത്തിട്ടുള്ളത്, കോളിലിത്തിയാസിസ് ഉണ്ട്. നൗ എവറിത്തിങ് ഇസ് ഓക്കെ. അപ്പൊ അതൊക്കെ ഇൻ ബിറ്റ്വീൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ മെയിൻ മെഡിസിൻസ് സ്ക്രോഫുലേറിയ നോഡോസ, ഓർണിത്തോഗാലം, കാർസിനോസിൻ, ഈ 3-4 മെഡിസിൻ. പ്ലംബം നിങ്ങൾ എടുത്ത് നോക്കിക്കോ. എനിത്തിങ് റിലേറ്റഡ് ടു സ്മോൾ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിങ്ങൾക്ക് സ്പെസിഫിക് മെഡിസിൻസുകളിലൊക്കെയാണ്. കാർസിനോയിഡ് കോളോണിലും ഈ CA രക്തത്തിലും CA കോളോണിലൊക്കെ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മെഡിസിൻസിൽ ഒന്നാണ് പ്ലംബം. ഓക്കെ, ഇതൊക്കെ ഓവർ ദ ഇയേഴ്സ് 1.5 to 2 ഇയേഴ്സിന്റെ ഇടയിൽ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോഴും ഷീസ് പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. ഷീസ് ട്രാവലിംഗ്, ഷീസ് ഹാപ്പി. എക്സസൈസ് കാര്യങ്ങൾ, ഡയറ്റൊക്കെ അത്യാവശ്യം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാരി വലിച്ചതൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഈ ഒരു കേസ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത കേസുകളാണ്. റോമ 49 ഫീമെയിൽ, അന്ന് 49, ഇപ്പൊ എത്രയെന്ന് എനിക്കറിയില്ല. എക്ടോപിക് ഡെർമറ്റൈറ്റിസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദ ട്രീറ്റ്മെന്റ് എൻ്റെ അടുത്ത് വന്നതാണ്. ഓസ്റ്റിയോആർത്രൈറ്റിസ് ആയിട്ട് വന്നിട്ട് പെയിൻ മരുന്ന് കഴിച്ചിട്ട് മാറിയില്ല എന്ന് പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ മോളോ ആരോ പറഞ്ഞു ഗോ ടു ആയുർവേദ. അപ്പൊ അവര് എന്തോ കെട്ടിവെച്ചതാണ്. അവരെൻ്റെ അടുത്ത് വന്നപ്പോൾ ഉള്ള കേസാണിത്. ഇതാണ് സ്ഥിതി. സെല്ലുലൈറ്റിസും കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ സ്റ്റേജസിലും അതിൻ്റെ ഉണങ്ങണ ഓരോ സ്റ്റേജസിൽ ഇടുന്നുണ്ട് മെഡിസിൻ ഫോട്ടോസ്. കണ്ട പുള്ളേഴ്സ് പതുക്കെ 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 ഹീൽ ചെയ്ത് തുടങ്ങി. എന്ത് വന്നാലും നമ്മൾ എടുക്കുന്നുള്ളതാണ്. പക്ഷെ ചില കേസുകൾ ഭയങ്കര സ്റ്റബോണായിട്ട് വരും കേട്ടോ. അത് ഈ ഷിന്നിൽ വരുന്ന കേസുകൾ, അതുപോലെ ചില കേസുകൾ സ്കിൻ അത്രയും തിക്കായിട്ടുണ്ടെങ്കിൽ സ്കിന്ന് ഡെഡ് ആയിട്ടുണ്ടാവും, എലാസ്റ്റിസിറ്റി ഒക്കെ പോയി ഡെഡ് ആയിട്ടുണ്ടാവും. ആ കേസുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കുറച്ച് സമയമെടുക്കും. മെഡിസിൻസ് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. കാലണ്ടറിലെ എച്ചിനീഷ്യ, കൺപൗഡർ, റെസ്റ്റോക്സ് ആ ബുള്ളേഴ്സും സെപ്റ്റിസീമിയും ഉള്ളത് കൊണ്ടാണ്. എപ്പിസ്മെൽ ഈ കേസുകളിൽ നമുക്ക് 2 ദിവസം കൂടുമ്പോൾ മരുന്ന് മാറ്റേണ്ടി വരും. കാരണം ചില പേഷ്യന്റ് തൊട്ടടുത്തായിരുന്നു, അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് നോക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ബുള്ളസ് ഓരോ എപ്പിസ്മെല്, റെസ്റ്റോക്സ് എനിമിക്കലാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഐ ഹാവ് ഗിവൻ ഇറ്റ്, നല്ല റിസൾട്ട്സ് ഉണ്ടായിരുന്നു. കലോട്രോപ്പീസ് ബുള്ളെ വരുന്ന സമയത്ത് കലോട്രോപ്പീസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ കേസിൽ ബുള്ളയൊക്കെ ഉണ്ടായിരുന്നു. കലോട്രോപ്പീസിന്റെ തന്നെ നമുക്കറിയാലോ, എരിക്കല്ലേ അത്. എരിക്ക് കയ്യിൽ വീണാനുള്ള സ്ഥിതി എന്താ? ഈ സമയത്ത് ഈ ബുള്ളെ ലെഫ്റ്റ് സൈഡ് നമ്മുടെ എൻ്റെ റൈറ്റ് സൈഡിൽ ആ സമയത്തൊക്കെ കലോട്രോപ്പീസ് കൊടുത്തിട്ടുണ്ട്. ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ മെഡിസിൻസ് മാറ്റും. അതാണ് 2-3 ദിവസം നമ്മൾ പേഷ്യന്റിനെ റിസീറ്റ് ചെയ്യണം, ഡ്രസ് ചെയ്യണം. ഓക്കെ, ഈ സമയത്തൊക്കെ ഞാൻ കലോട്രോപ്പീസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് കലോട്രോപ്പീസ് ഹസ് വർക്ക്ഡ് വെരി വണ്ടർഫുള്ളി. ഓക്കെ, അതൊക്കെ കൊടുത്തിട്ട് ഹീൽ ചെയ്യുമ്പോൾ നമ്മളത് പെട്രോളിയം ആക്കും. ഡ്രൈ ഇതൊക്കെ വരുമ്പോൾ പിന്നെ സ്കിൻ ഇച്ചിങ് അല്ലെങ്കിൽ സ്റ്റിക്കിനെസ് ഉണ്ടെങ്കിൽ ഗ്രാഫൈറ്റിസ് അല്ലെങ്കിൽ പെട്രോളിയം. ഓക്കെ, ഇതിലൊന്നും നമുക്ക് കണ്ടമാനം സിംറ്റംസും ഇതൊന്നും കിട്ടാനില്ല. ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പേഷ്യന്റ് 2 വെച്ചും തരും. കാരണം അത്രയ്ക്ക് ഇതിലിരിക്കുന്ന സമയമായിരിക്കും. പെയിനും സിവിയറും ആങ്സൈറ്റിയും ഇതൊക്കെ. അപ്പൊ നമുക്ക് കണ്ടമാനം ഒന്ന് ചോദിച്ചിട്ട് അവരെ മെനക്കെടുത്താൻ പറ്റില്ല.
ഹാപ്പി ആയപ്പോ ലാസ്റ്റ് ഇതാണ്. ഓക്കെ. അടുത്ത ഹെയർ ഫോൾ കേസാണ്. ഇങ്ങനെയായിരുന്നു എൻ്റെ അടുത്ത് പേഷ്യന്റ് വന്നത്. പേഷ്യന്റെ പേര് ഇഷ രാജേഷ്, 12 വയസ്സ്. മെയിലല്ല, ഫീമെയിൽ ആണ്. സോറി. ദിസ് ഈസ് ദ സിറ്റുവേഷൻ. ഇവര് റിപ്പോർട്ട്സും ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്നതാണ്. അതിൽ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല. സീ ദ ഗ്രോത്ത്. ഓരോ സ്റ്റേജസും നിങ്ങൾ കണ്ടോളൂ. ഇപ്പോഴും ട്രീറ്റ്മെന്റിലാണ്. ഇതിലും കൂടുതലൊക്കെ വന്നിട്ടുണ്ട്. സീ ദ ഹെയർ ഗ്രോത്ത്. അതിപ്പോ ഓൾമോസ്റ്റ് ഞാൻ നാളെ ഒന്ന് വിളിച്ചിട്ട്, ഞാൻ 2 ദിവസം മുമ്പ് വിളിച്ചിരുന്നു. അവർ സ്ഥലത്തില്ല, വരുമ്പോ വീട്ടിൽ വരുമ്പോ ഫോട്ടോ അയച്ചു തരാമെന്ന് പറഞ്ഞു. സീ ദ ഡിഫറൻസ്. ഇതൊക്കെ ഒരു 1.5 2 മന്ത്സിനുള്ളിൽ വരുന്ന ചേഞ്ചസ് ആണ്. സീ ദ ഡിഫറൻസ്. ഇപ്പൊ ഹെയർ കംപ്ലീറ്റ് വന്ന് കാണും. ഞാനിപ്പോ ഒന്ന് ഇന്നലെ വിളിക്കാൻ വിട്ടുപോയി. അതിന്റെ ഒരു കുറച്ച് ഓട്ടത്തിലായിരുന്നു. അതുകൊണ്ട് വേറെ സെല്ലുലൈറ്റിസ് കേസ്. ആംപ്യൂട്ടിയേണ്ടി വരുന്ന 100% പറഞ്ഞൊരു കേസാണ്. സീ ദ ഡിഫറൻസ്. ഞാൻ ഒന്നും പറയണ്ട അല്ലേ. ഊസിങ് വാട്ടറി സ്റ്റിക്കി ഡിസ്ചാർജ്. സെല്ലുലൈറ്റിസ് കേസ്. പേഷ്യന്റ് ഡയബറ്റീസ് ആയതുകൊണ്ട് കുറച്ചും കൂടി റിസ്കി ആയിരുന്നു. ഇതൊരു ഒരു ഒരു 10 ഡേയ്സിൽ ഞാൻ കൊടുത്ത മെഡിസിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും നോക്കരുത്. ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സിസീജിയം, ഇച്ചിനീഷ്യ കാലണ്ടുള്ള ഇന്റേണലി കൊടുത്തിട്ടുണ്ട്. എപ്പിസ്മെൽ, റെസ്റ്റോക്സ്, ആസാൽവ്, ഓക്കെ. സീക്കൽ കോർ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് വെരിക്കോസ് അൾസറും കൂടി ഉണ്ട്. വെരിക്കോസ് വെയിനും കാര്യങ്ങളുണ്ടോ, സ്ലോ ഇതാണെന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊക്കെ ഓരോ സ്റ്റേജസിൽ, ചിലപ്പോൾ ഓരോ ദിവസവും 2 ദിവസം കൂടുമ്പോൾ മാറും. സ്റ്റേജസ് മാറുമ്പോൾ നമ്മൾ മെഡിസിൻ മാറ്റണം. ഹീലിംഗ് സ്റ്റേജസ് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻസിന്റെ ഓരോ സ്റ്റേജസ്, കാരണം ഇത് ഫ്ലൂയിഡ് സ്കിന്നിന്റെ ഇതാണ്, ഗ്ലോസിനെസ് ആണ്. അപ്പൊ ഈ സ്റ്റേജിലേക്ക് റെസ്റ്റോക്സ്, ഇത് സ്റ്റെഫിലോകോക്സിൻ, ഗൺ പൗഡർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിയുമ്പോൾ ഇതൊന്ന് ഹീൽ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ മെഡിസിൻസ് മാറ്റി. ഇന്റേണലി ഇച്ചിനീഷ്യ ഇങ്ങനത്തെ കേസിൽ ഇച്ചിനീഷ്യ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പറയാണ്. ഞാൻ എത്ര ആന്റിസെപ്റ്റിക് നമുക്ക് അത്രയും നല്ലൊരു ആന്റിസെപ്റ്റിക് മെഡിസിൻ നമുക്ക് വേറെ ഇല്ല. സെപ്റ്റിസീമിയ അത് കൺട്രോൾ ചെയ്യും. 10 തുള്ളി വെച്ചിട്ട് ഒരു 2 മണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ നിങ്ങൾ റെഗുലർ ആയിട്ട് 2-3 ദിവസം അടുപ്പിച്ച് കൊടുക്കും. ഇറ്റ് വിൽ കൺട്രോൾ ദ സെപ്റ്റിസീമിയ. ഫർദർ സെപ്റ്റിക് കണ്ടീഷൻസ് ഒരു 80 to 90% കേസുകൾ, അത്ര ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുള്ളൂ. 80 to 90% കേസുകളിലും അത് അവിടെ റെസ്ട്രിക്ട് ചെയ്യും. ഓക്കെ. ഇത് അതിന്റെ ഡിഫറൻസ് ആണ്. കൂടുതൽ മെഡിസിൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒന്നും പറയരുത്. ഓരോ സ്റ്റേജസിലും നമ്മൾ കൊടുക്കുന്ന കേസുകളാണ്. പിന്നെ ഈ ഒരു കേസ് എത്ര പറഞ്ഞാലും മതിയാവില്ല. കണ്ടിട്ടുണ്ടാവും, കാണാത്തവരുണ്ടാവും. ഇത് ഞാൻ 1-2 കേസുകൾ പറഞ്ഞിട്ടുണ്ട് ഈ ലേഡീനെ. ഇന്ന് പോലും ഐ വെന്റ് ആൻഡ് മെറ്റ് ഹർ. ഷീ ഈസ് വെരി ഹെൽത്തി. ഇപ്പൊ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുകയാണ്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു സർപ്രൈസ് ആയിട്ട് എനിക്ക് ഒരു ആവശ്യം വന്നപ്പോൾ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തൊരു പേഷ്യന്റും കൂടിയാണ് ഇന്നൊരു ആവശ്യം വന്നത്. ഓക്കെ. മെഡിസിൻ കൊടുത്തിട്ടുള്ളത് ലെഡംപാലാണ് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള മെഡിസിൻ. വൈപ്പറ കൊടുത്തിട്ടുണ്ട്, ഇച്ചിനീഷ്യൻ, ലാക്കസിസ്. 30 കൊടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് സ്നേക്ക് ബൈറ്റ് കേസ് ആയതുകൊണ്ടാണ്. കറക്റ്റ് അറിയാമല്ലോ, ഫോട്ടോസിൽ കറക്റ്റ് മാർക്ക് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് സ്നേക്ക് ബൈറ്റ് കേസാണ്. ഇപ്പോഴും ഷീ ഈസ് ടു ഹെൽത്തി. ഇന്നും ഞാൻ കണ്ടിട്ട് വരികയാണ്. എവറിത്തിങ് ഈസ് ഓക്കെ.
ഇപ്പൊ സമയമുണ്ടോ നമുക്ക്? 22. അപ്പൊ ഞാൻ ഇനി ഇതിൽ കുറച്ച് കേസുകളുണ്ട്, പക്ഷേ ഞാൻ നേരത്തെ പ്രസന്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാനത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാനിപ്പോ തൽക്കാലം ഈ സ്ലൈഡ് ഷോ ഞാൻ ഒന്ന് നിർത്തുകയാണ്. ഐ എം കമ്മിങ് അപ്പ് വിത്ത് സംതിങ് ഡിഫറെന്റ്. ഷെയർ ആയിട്ടുണ്ടോ? വേറെ പുതിയ സ്ലൈഡ് അല്ലേ? ഓക്കെ. ആ, ഇത് ഗോൾഡ് സ്റ്റോണും ഫാറ്റി ലിവറിന്റെ ട്രീറ്റ്മെന്റ് മൊഡ്യൂൾസ് ആണ്. തിയററ്റിക്കലി പോകുന്നില്ല, പക്ഷെ ഗോൾഡ് സ്റ്റോണിന്റെ തെറാപ്യൂട്ടിക്സ് കൂടെ ഒന്ന് പറഞ്ഞുതരാം. തെറാപ്യൂട്ടിക്സ് പറയാൻ പറ്റും. അതിന് മുമ്പ് ഗോൾഡ് സ്റ്റോണിന്റെ തെറാപ്യൂട്ടിക്സിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഒരു ഐ വിൽ നോട്ട് ടേക്ക് സമയം എടുക്കില്ല, പക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് ഗോൾഡ് സ്റ്റോൺ അല്ലെങ്കിൽ ലിവർ കംപ്ലയിൻസിൽ മെയിൻ ആയിട്ട് വരേണ്ടത് നമുക്ക് അതിന്റെ ഡയറ്റാണ്. ഫാറ്റി ലിവറിൽ നമ്മൾ കുറച്ച് ഡയറ്റ് കാര്യങ്ങൾ പോകണം. മെഡിസിൻസും നമുക്ക് പറയാം. ഡയറ്റ് ഓക്കെ. കാരണം എല്ലാവർക്കും ഉള്ളത് കൊണ്ട് നമ്മൾ മാനേജ്മെന്റ് വലിയ ഇഷ്യൂ ഒന്നുമില്ല, പക്ഷെ ഈ ഒരു സംഭവം നമ്മൾ ഒന്ന് സ്റ്റഡി ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യം. അതുകൊണ്ട് ഞാൻ ഒരു റഫായിട്ട് ഒന്ന് പറഞ്ഞു പോവാം. ഫാറ്റി ലിവറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഫുഡിലാണ്. ഹോൾ ഫുഡ് എടുക്കണം, ഇൻക്ലൂഡിങ് പ്ലെന്റി ഓഫ് ഫ്രൂട്ട്സ്. നല്ല ഫ്രൂട്ട് കൂടുതൽ വേണം. ലൈക്ക് ഓട്സ്, ബ്രൗൺ റൈസ്, പിന്നെ ലീൻ പ്രോട്ടീൻ മീറ്റ്, ഫിഷ്, ഇതൊക്കെ നമുക്ക് എടുക്കാം. ഓക്കെ. ലീൻ പ്രോട്ടീൻസ് എപ്പോഴും വേണം. നമ്മൾ വെറുതെ ഫാറ്റി ലിവർ ആണ്, ഫാറ്റ് ആണെന്ന് പറയണ്ട. പകരം ഗോ ഗിവ് എ ലീൻ പ്രോട്ടീൻ ഡയറ്റ് കൂട്ടുക. ഓക്കെ. ഹെൽത്തി ഫാറ്റ്സ് ഫ്രം ദ നട്ട്സ് ആൻഡ് ഒലീവ് ഓയിലും നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കാം. ഇനി ഒലീവ് ഓയിൽ എന്ന് പറയുന്നതിന്റെ ഇത് ഞാൻ പറഞ്ഞുതരാം. വൈ ഒലീവ് ഓയിൽ? നമുക്ക് ഒലീവ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്പിൾ തെറാപ്പി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ മാനേജ്മെന്റ് ലെവലില് നമ്മളുടെ മെഡിസിന്റെ കൂടെ തന്നെ ആപ്പിൾ തെറാപ്പി ഉണ്ട്. ഓക്കെ. അതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 3 നേരം അല്ലെങ്കിൽ 4 നേരം അല്ലെങ്കിൽ 5 നേരം നമ്മൾ നല്ലൊരു ആപ്പിള് ഒന്നില്ലെങ്കിൽ പച്ചയായിട്ട് കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് വേവിച്ച് അല്ലെങ്കിൽ ഒന്ന് ഇത് ചെയ്തിട്ട് ഒരു 4-5 ദിവസത്തേക്ക് ആപ്പിൾ 3 നേരം 4 നേരം ആപ്പിൾ മാത്രം കഴിക്കുക. 6ാമത്തെ ദിവസം നമ്മുടെ മാക്സ് സൾഫ് ഒന്ന് ഇതാക്കിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ലൈമും കൂടി ഇട്ടിട്ട് ഈ ഒലിവ് ഓയിലില് മാക്സ് സൾഫ് ടിഞ്ചർ അല്ല, മാക്സ് സൾഫ് ക്രിസ്റ്റൽസ് കിട്ടും. ക്രിസ്റ്റൽസ് ഒന്ന് പൊടിച്ചിട്ട് ഈ ലൈമിലും ഒലിവ് ഓയിലും മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് ദിവസം ഒരു രാവിലെ വരെ ആപ്പിൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മണിക്കൂർ ഇടവിട്ടിട്ട് ഓരോ സ്പൂൺ വെച്ച് കഴിക്കാൻ പറയും. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ യു വിൽ ഗെറ്റ് ഇത് കൂടുതൽ വരും. ലൈമും മാക്സ് സൾഫും ഈ ഒലിവ് ഓയിലും കൂടുതലാകുമ്പോൾ ഗോൾ ബ്ലാഡർ ശരിക്കും ഒന്ന് പമ്പ് ചെയ്യും. അപ്പൊ അതിൽ കുറെ ഗോൾ സ്റ്റോൺസ് പോയി പോകും. നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലോസറ്റിൽ ഇരിക്കുമ്പോൾ യു വിൽ ഗെറ്റ് ഗ്രീൻ കളർ. ഒന്ന് ചെക്ക് ചെയ്തോ, നിങ്ങൾ ഏത് മാനേജ്മെന്റ്, നിങ്ങൾ ഏത് മെഡിസിൻ. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഗോൾ ബ്ലാഡർ സ്റ്റോൺ അത്രയും വലുതാവരുത് ആൻഡ് സ്റ്റോക്ക്ഹോംസ് ആവരുത്. പൊസിഷൻ CBD ബ്ലോക്ക് ആവാൻ സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യരുത്. നമ്മളുടെ മെഡിസിൻ കൊണ്ട് അത് പൊടിച്ച് കഴിഞ്ഞിട്ട് ഒരു മാസം 1.5 മാസം നമ്മളുടെ മെഡിസിൻ കൊടുത്തിട്ട് ഇത് കൊടുത്തിട്ട് ഒന്നും കൂടി സ്കാൻ ചെയ്തിട്ട് അത് പൊടിഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. കാരണം അത് പെട്ടെന്ന് പോകും. ഇതിങ്ങനെ നീണ്ടു കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പൊ ഡയറ്റിൽ ഞാൻ കുറച്ചും കൂടി സിമ്പിൾ ഡെയിലി മീൽ പ്ലാൻ ആണ്. രാവിലെ എന്തൊക്കെ കഴിക്കാം? വാം വാട്ടർ വിത്ത് ലെമൺ ഓർ മേത്തി എന്ന് പറഞ്ഞാൽ ഫെനുഗ്രീക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉലുവ. ഓക്കെ. വെള്ളത്തിൽ ഇട്ടിട്ടുള്ളത് നല്ലൊരു റിഫ്രഷിംഗ് ആണ് ഗോൾഡ് സ്റ്റോൺ ഉള്ളവർക്ക്. നമ്മുടെ ഇത് ആൽമണ്ട് അല്ലെങ്കിൽ വാൾനട്ട്. ആൽമണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബദാം. ഓക്കെ. അത് ഗോൾഡ് സ്റ്റോൺ ഉള്ളവർക്ക് നല്ലതാണ്. കാരണം ഫാറ്റും കുറവാണ്, ട്രാൻസ് ഫാറ്റ്സ് ഒക്കെ കുറവാണ്. ഇറ്റ് ഈസ് എ ഗുഡ് ന്യൂട്രിയന്റ് ഓൾസോ. ഓക്കെ.
അപ്പൊ ഈ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കാം. ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ത്യയിൽ നമ്മുടെ മലയാളിക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡ് കൊടുക്കരുത്. ഫസ്റ്റ് ഓക്കെ, നമ്മൾ രാവിലെ തന്നെ വേണമെങ്കിൽ റൈസ്, അതായത് ചെമ്പാ പുട്ട് എന്ന് പറയില്ലേ, റെഡ് റൈസ് പുട്ട്, ചെമ്പാ പുട്ടിന്റെ നമ്മുടെ പുട്ടുണ്ടാക്കാം, ചെമ്പാ റൈസിന്റെ പുട്ടുണ്ടാക്കാം. പ്ലസ് കടലക്കറി. കടലക്കറി എന്താണ്, ലീൻ പ്രോട്ടീനിൽ വരുന്നതാണ് കടലക്കറി. ഓക്കെ, ബ്രൗൺ ചന, നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രൗൺ കടല ഉണ്ടല്ലോ, ആൻഡ് ഓയിൽ കുറച്ച് ഉപയോഗിക്കും. ഓക്കെ, ഇഡ്ഡലി ആൻഡ് ദോശ ആൻഡ് ചട്നി സാമ്പാർ, കുറച്ച് കോക്കനട്ട് കുറച്ചിട്ട് സാമ്പാറും ചട്നി ഉണ്ടാക്കും. ഓട്സ് കഞ്ഞി വിത്ത് ബട്ടർ മിൽക്ക്. ഓക്കെ, അതും വേണം. അതൊക്കെ മാറി 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 നിങ്ങൾക്ക് കൊടുക്കാം. ഓരോ ദിവസം ഇതൊക്കെ മാറി മാറി കൊടുക്കാം. കറി ലീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വേപ്പില, കറിവേപ്പില. ഓക്കെ, വെജിറ്റബിൾ ഉപ്പുമേല് വെജിറ്റബിൾസ് കുറച്ച് കൂടുതലുള്ള. ഓക്കെ, ഫ്രൈഡ് ഐറ്റംസിൽ പൊറോട്ട, പൂരി, വട ഇതൊക്കെ ഒന്ന് കുറയ്ക്കുക. ഓക്കെ, സ്റ്റീംഡ് ആയിട്ടുള്ള ഫുഡ്സ് കൂടുതൽ ഉപയോഗിക്കുക. പിന്നെ 11 മണിയാകുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും കൊടുക്കാം. അത് സീസണൽ ഫ്രൂട്ട്സ്, പപ്പായ, ഗോവ, ആപ്പിൾ, പെയർ. പക്ഷെ ബനാന കുറച്ച് കുറയ്ക്കുക. കാരണം വെച്ച് കഴിഞ്ഞാല് അതില് പൊട്ടാസ്യം, കാൽസ്യം ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് അതൊന്ന് കുറയ്ക്കുക. ജാക്ക് ഫ്രൂട്ട് ആൻഡ് ഫാറ്റി ലിവർ, ജാക്ക് ഫ്രൂട്ട്സ് കുറയ്ക്കുക. ഗ്രീൻ ടീ, ഹെർബൽ ടീ വിത്തൗട്ട് ഷുഗർ നല്ലതാണ്. ഓക്കെ, മെഡിസിൻ ലഞ്ചിൽ നമ്മുടെ കേരള മട്ട റൈസ് ഹാഫ് കപ്പ്, പിന്നെ മില്ലറ്റ് റൈസ്, വെജിറ്റബിൾ സൈഡ് ഡിഷസ്, ദാൽ കറി, നമ്മുടെ പരിപ്പ് കറി, ഫിഷ് കറി കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നോൺ ഫ്രൈഡ് ആയിട്ട് ഗ്രിൽഡ് ഫിഷ് നല്ലതാണ്, ബോയിൽഡ് എഗ് നല്ലതാണ്, സ്പ്രൗട്ട് ആയിട്ടുള്ള ഇതൊക്കെ നല്ലതാണ്. ബട്ടർ മിൽക്ക് വിത്ത് കറി ലീവ്സ്, നമ്മുടെ സംഭാരം. ഓക്കെ, മെയിൻ ആയിട്ട് പറയുന്നത് നമ്മുടെ സംഭാർ. ഓക്കെ, തവ ഫിഷ് ഫ്രൈ നല്ലതാണ്. ഈവനിങ് സ്നാക്സും കഴിപ്പിക്കും. ഗ്രീൻ ടീ വിത്ത് ബ്ലാക്ക് കോഫി കൊടുക്കാം വിത്തൗട്ട് ഷുഗർ. റോസ്റ്റഡ് ചന എന്ന് പറഞ്ഞാൽ നമ്മുടെ കടല, ബോയിൽഡ് കോൺ, സ്റ്റീംഡ് ലെഗ്യൂം, ഇതൊക്കെ നമുക്ക് കൊടുക്കാം. ക്രേവിങ് സ്വീറ്റ്സ്, ഡേറ്റ്സ് കൊടുക്കാം. അവർക്ക് വല്ല മധുരം കഴിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ്സ് കൊടുക്കാം. ബേസിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കംപ്ലീറ്റ് കട്ട് ഓഫ് ചെയ്യണം. റെസ്ട്രിക്ഷൻസ് ആവാം, കലോറി ആവാം, പക്ഷെ മലയാളിക്ക് കഴിക്കണം എന്ന് തോന്നുന്നത് ഫുഡ് കഴിക്കുക. ഇപ്പൊ നോർത്ത് ഇന്ത്യൻസിന് കഴിക്കാൻ പറ്റുന്ന ഫുഡിന്റെ അങ്ങനെയാണ് നമ്മൾ ഡയറ്റ് പ്ലാൻ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഡയറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിക്കാതിരിക്കല, അത് കഴിച്ച പ്രശ്നം, ഇത് നത്തിങ്. നമ്മൾ കൊടുക്കുന്നത് മലയാളിക്ക് മനസ്സറിഞ്ഞ് കഴിക്കാനുള്ളത്. ഓക്കെ, ഉപ്മാ, ഓട്സ്, ഡിന്നറിൽ ഇതൊക്കെ തന്നെ, സാലഡ്സ് കൂട്ടുക. ഓക്കെ, മെഡിസിൻസിൽ ഏറ്റവും കൂടുതൽ വരുന്നത് മാക്സൾഫ് ആണ് ഫസ്റ്റ് ചോയ്സ്. മാക്സൾഫ് നല്ലൊരു ചോയ്സ് ആണ്. മാക്സൾഫ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മാക്സൾഫ് നേരത്തെ കൊടുത്ത അതേ സിംറ്റം തന്നെ മാക്സൾഫ് ഇതിന് പോളിലിത്തിയാസിന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് മാക്സൾഫ്. പിന്നെ കൊളസ്ട്രിനം, ബെർബറിസ് വൾഗാരിസ്. ബെർബറിസ് വൾഗാരിസ് എന്താണ്, അതിന്റെ ആക്ഷൻ എന്താണ്, റീനൽ സ്റ്റോൺ പൊടിക്കുക എന്നുള്ളതാണ്. ഇവിടെ അത് തന്നെയാണ് ബേസിക് ആയിട്ടുള്ളത്, അത് തന്നെയാണ്. പിന്നെ ജുഗ്ലൻസ് സിറിയ, റീജിയ അല്ല സിറിയ ആണ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ഗോൾഡ് സ്റ്റോൺസ്. ഓക്കെ, ഇതൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. അതിന് വലിയ കേസ് എടുക്കലോ പിടിക്കലോ ഒന്നും വേണ്ട. യു ഹാവ് ക്യാൻ വർക്ക് ഔട്ട് ഓൺ പാത്തോളജി. ഓക്കെ, ബെർബറിസ് വൾഗാരിസ് കൊടുക്കാം. ഹൈഡ്രാൻജിയ ഇസ് അനദർ വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ടീലിയ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആൻഡ് പെയിൻ ഇൻ ദ റൈറ്റ് സൈഡ്. നമുക്ക് ശരിക്കും റിലീവ്ഡ് ബൈ ലൈങ് ഇൻ ദ റൈറ്റ് സൈഡ്. ബ്രയോണിയുടെ സിംറ്റം ആണ് ടീലിയക്കുള്ളത്. ടീലിയ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ. ലിവർ റെമഡി വൺ ഓഫ് ദ ബെസ്റ്റ് ലിവർ മെഡിസിനിൽ ഒന്നാണ്. ഓക്കെ, ടീലിയ കൊടുക്കാം. നമ്മളുടെ കയ്യിൽ
ബർബറിസ് ഉണ്ടെങ്കിലും ടീലിയ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ്. ടെറാക്സാക്കം ലിവർ എൻലാർജ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ആൻഡ് ഇൻറ്റുറേറ്റഡ് വിത്ത് ഗോൾ സ്റ്റോൺസ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ആൽക്കോളിക് സിറോസിസ് അല്ലെങ്കിൽ കാർസിനോമയിൽ ടെറാക്സാക്കം കൊടുക്കരുത്. കാർസിനോമ ഓഫ് ദ ലിവറിൽ ടെറാക്സാക്കം കൊടുക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർസിനോമ ഓഫ് ദ ലിവറിൽ ലിവർ ചുരുങ്ങുകയാണ്. ഓക്കെ, അതാണ് പാൽപേഷൻ ചെയ്യണം എന്ന് പറയുന്നത്. പാൽപേറ്റ് ചെയ്യാതെ നമ്മൾ മെഡിസിൻ കൊടുക്കരുത്. അപ്പൊ ലിവറിന്റെ പാൽപേഷൻ ആൻഡ് പെർക്കഷൻ, ലിവറിന്റെ സൈസ് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ടെറാക്സാക്കം നമ്മളുടെ മെഡിസിൻ കൊടുക്കരുത്. ഓക്കെ, ലിവർ എൻലാർജ്മെന്റ് ആൻഡ് ഇൻറ്റുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേറ്ററി കേസസിലാണ് ടെറാക്സാക്കം കൂടുതൽ വരിക. കാർസിനോമ കേസസിൽ ടെറാക്സാക്കം കൊടുക്കരുത് എന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അത് കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ തന്നെ പാൽപേഷനും എന്താ പറയുക പെർക്കഷനും ചെയ്തിട്ട് നമ്മൾ 100% കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രം അത് കൊടുക്കുക. ലെഫ്റ്റ് ഹാൻഡ്രയിലും വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ജോണ്ടിസ്. ഡയറക്റ്റ് ജോണ്ടിസിൽ വരും, ഇൻഡയറക്റ്റ് ജോണ്ടിസിൽ വരും. ഏത് ജോണ്ടിസിലാണെങ്കിലും ബ്ലാക്ക് ടാറി സ്റ്റൂൾസ്, അത് കോൾ സ്റ്റോണിന്റെ ഒരു സിംറ്റം കൂടിയാണ്. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ്രയിൽ ടങ് കോട്ടഡ് യെല്ലോ, ഏക്കിംഗ് ഇൻ ദ ലിവർ റീജിയൻ ആൻഡ് ബ്ലാക്ക് ടാറി സ്റ്റൂൾസ്. വേറെ ഒന്നും കിട്ടിയില്ല, ബ്ലാക്ക് ടാറി സ്റ്റൂൾ ആണെങ്കിൽ മെഡിസിൻ ക്യാൻ ബി തോട്ട് അബൌട്ട് ലെഫ്റ്റ് ഹാൻഡ്രയിൽ. ചിയോനാന്തസിന്റെ നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ജോണ്ടിസ് ഉണ്ടാവും, പക്ഷെ വയറിൽ ഇങ്ങനെ നമ്മൾ പിടുത്തം വരും, സ്ലിപ്പ് നോട്ട് എന്ന് പറയും. അതായത് ഇങ്ങനെ അള്ളി പിടിക്കണ പോലെ വരും, ഒരു നോട്ട് ഫോർമേഷൻസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ആ സിംറ്റം ഉണ്ടെങ്കിൽ ചിയോനാന്തസ് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻ ആണ്. ഏത് കണ്ടീഷൻസിൽ? ജോണ്ടിസ്, ലിവർ സിറോസിസ്, ലിവർ ഫാറ്റി ലിവറിൽ പ്ലസ് ഗോൾ സ്റ്റോൺ. ഓക്കെ, നമ്മുടെ 20 മിനിറ്റ് 9 മിനിറ്റ് ഉണ്ട്. 9 മിനിറ്റ് ഇനി ഉണ്ടോ? ഉണ്ട്. ഇത് ഈ ഫാറ്റി ലിവറിന്റെ മാത്രം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. സിയോനാന്തസ് മെഡിസിൻ, ലിവർ ആൻഡ് സ്പ്ലീൻ എൻലാർജ്മെന്റ്, ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനെ വരും. എസ്കുലസ് ഗ്ലാബ്രയും കൂടി നമ്മൾ ഒന്ന് മെഡിസിനിൽ വെക്കണം. എസ്കുലസ് നമ്മൾ കൊടുക്കുന്ന ഹിപ്പല്ല, എസ്കുലസ് ഗ്ലാബ്ര. ഇങ്ങനെയുള്ള കേസുകളിൽ സിറോസിസ് കേസിൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. പോർട്ടൽ ഹൈപ്പർ ടെൻഷന് വൺ ഓഫ് ദ ബെസ്റ്റ് മെഡിസിൻസ് ഒന്നാണ് ഗ്ലാബ്ര ടിഞ്ചറോ 3x. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ പലപ്പോഴും നമുക്ക് ആൽക്കോളിക് കേസുകളിൽ നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള മെഡിസിൻ ആണ്. ഒരു ആന്റണി എന്ന് പറഞ്ഞൊരു പേഷ്യന്റ് ഉണ്ട് എനിക്ക്. അയാള് ഒരു 5-6 മാസം കൂടുമ്പോൾ എവിടുന്നെങ്കിലും ആശുപത്രി കയറിയിട്ട് വരും, തിരിച്ചു വരും. ഞാൻ ഈ മെഡിസിൻ കൊടുക്കും, ഇങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ കൊടുത്ത് ഒന്ന് സമാധാനമാകുമ്പോൾ കുടി നിർത്തി ഒരു 5-8 മാസം, ഒരു കൊല്ലം, ഒരു 6-7 മാസം കഴിയുമ്പോൾ ഒന്നും കൂടിയും വരും. 3-4 മാസം അടുപ്പിച്ച് കുടിയായിരിക്കും. എന്നിട്ട് വഴിയിൽ നിന്ന് ആരെങ്കിലും ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകും, അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി ഇവിടെ വരും. ഇത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. നിർത്തുന്ന് പറഞ്ഞാൽ ഇത് കേൾക്കില്ല. എൻലാർജ്മെന്റ് ഓഫ് ലിവർ ഉണ്ട്. വൈപ്പറ അഗെയിൻ ബേസ്റ്റിംഗ് സെൻസേഷൻ, അതായത് വയറ് പൊട്ടിപ്പോണ പോലെ തോന്നുകയാണെങ്കിൽ വൈപ്പറ നല്ലൊരു മെഡിസിനാണ്. മാഗ്മ്യൂർ, അഗ്രവേഷൻ, ഫുഡ് ലിവർ എൻലാർജ്മെന്റ് വിത്ത് ഏത് ഫുഡ് കഴിച്ചാലും അഗ്രവേഷൻ ആണ്. ബ്ലോട്ടിംഗ് ഓഫ് ദ അബ്ഡോമൻ, മാഗ്മ്യൂർ. പക്ഷെ ഏത് ഫുഡ് കഴിച്ചാലും അഗ്രവേഷൻ വരുമ്പോൾ നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടത് ഗ്യാസ്ട്രിക് അൾസറും ഡ്യൂറിനൽ അൾസറും ഒക്കെ നമ്മൾ റൂൾ ഔട്ട് ചെയ്യണം. എന്നിട്ട് വേണം മാഗ്മ്യൂർ കൊടുക്കാൻ. ഓക്കെ, ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തതിലോട്ട് പോവാം. നമുക്ക് അടുത്ത ഇതിലോട്ട് മാറാം. ഓക്കെ, അടുത്ത ക്ലാസ്സിലായാലോ? ആവാം. ഓക്കെ, വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഒത്തിരി പത്തോളജിക്കൽ കണ്ടീഷൻസും അവയുടെ ഹോമിയോപ്പതിക് ട്രീറ്റ്മെന്റും അതിന്റെ മെഡിസിൻസും എല്ലാം വളരെ വിശദമായിട്ടാണ് ഡോക്ടർ ഇന്ന് പറഞ്ഞത്. ഒത്തിരി ഹെൽപ്ഫുൾ ആവുന്ന ക്ലാസ് ആയിരുന്നു. ഇനി മറ്റുള്ളവർക്കും എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും ചോദിക്കുന്നതിന് വേണ്ടി ഡോക്ടർമാർക്ക്
അവസരം ഉണ്ട്. എല്ലാവരും ചോദിക്കാനുള്ളവരൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വന്നാൽ വളരെ നന്നായിരിക്കും. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം, സംശയങ്ങളും ചോദിക്കാം. സമയം കുറവാണ്. അവസാനം ഹാൻഡ് റൈസ് ചെയ്യാതെ നേരത്തെ ഓരോരുത്തർക്ക് ചോദിക്കാനുള്ള ചോദിക്കാം. അപ്പോഴേക്കും നാളത്തെ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് കൂടെ ഉണ്ട്. ക്ലാസ് അല്ല, നാളെ പ്രത്യേക പരിപാടിയാണ്. നമ്മുടെ ജസ്റ്റിസ് ഹരിഹരൻ സാറിന് ആശംസകൾ അർപ്പിക്കുന്ന പ്രത്യേക പ്രോഗ്രാമാണ് നാളെ നടക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും പങ്കെടുത്ത് നാളത്തെ പ്രോഗ്രാമും ഒരു വിജയമാക്കുക. ഇനി ആരാണ് ചോദിക്കുന്നത്? നമസ്കാരം ഡോക്ടറെ, ഞാൻ ഡോക്ടർ അനിൽകുമാർ. പറ സാറേ. പിന്നെ നമുക്കൊരു ലിവർ ടോണിക് ആയിട്ട് ഏത് മെഡിസിൻ കൊടുക്കാൻ പറ്റും? ഞാൻ കാൽമഗ് പറയും. കാൽമഗ്, ഓക്കെ. കാൽമഗ് മാത്രമുള്ള വേറെ ഏതെങ്കിലും മെഡിസിൻസ് ഉണ്ടോ? വേറെ നമുക്ക് എന്താ പറയാ, കാഡസ് നല്ലൊരു മെഡിസിൻ ആണ്. എന്തായാലും ഫസ്റ്റ് കാൽമഗ് അല്ലേ? ഫസ്റ്റ് കാൽമഗ്. അത് ടിഞ്ചർ അത് വിട്ടിട്ട് കളിയില്ല. ശരി ശരി ശരി, ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി ആരാണ് സംശയം ചോദിക്കുന്നത്? സംശയം ചോദിക്കാൻ, ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും പറയാം. ഷീല ഡോക്ടർ എന്തോ ചോദിക്കുന്നു? മറിയാമ്മ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഷീല ഡോക്ടറെ മറിയാമ്മ ഡോക്ടർ പറഞ്ഞ ശേഷം പറയാം. ഓക്കെ, മറിയാമ്മ ഡോക്ടറെ ചോദിച്ചോളൂ. ഡോക്ടർ, ഫാറ്റി ലിവർ ഗ്രേഡ് 2 ഫൈബ്രോ സ്കാനിൽ 10 ആണ് കാണിക്കുന്നത്. അതിലെ ഫാറ്റ് 280 ആണ്. അങ്ങനെയുള്ള കേസ് ഇതൊക്കെ മതി ഡോക്ടറെ. ലോകത്തുള്ള ഏത് സിറോസിസ് വരെ നമുക്ക് കൺട്രോൾ ചെയ്തു. കാൽമഗ് ഒക്കെയാണോ ഉദ്ദേശിക്കുന്നത്? കാൽമഗ്, പിന്നെ ചിവനാന്തസ്, കാഡസ്, പിന്നെ അതിന്റെ കൂടെ കുറച്ച് ഡയറ്റും എക്സസൈസും. ഗ്രേഡ് 2 ഒന്നും ഫാറ്റി ലിവർ ആയിട്ട് തന്നെ കണക്കാക്കാൻ പറ്റില്ല. അത്ര ഈസി ആയിട്ട് നോക്കാൻ പറ്റില്ല. സെയിം മെഡിസിൻസ് മതി. നമ്മുടെ മുഖത്തൊരു കോൺഫിഡൻസ് ഉണ്ടായ ഗ്രേഡ് 2 ഒന്നും ഒരു ടെൻഷൻ എടുക്കേണ്ടത്. ഇത് ഫൈബ്രോസ്കാൻ 10 ഉണ്ട്. അതൊക്കെ അവർ കാണിച്ചോളൂ. ഫൈബ്രോസ്കാനും ഇത് അൾട്രാസൗണ്ട്, പുതിയ പുതിയ എന്ത് ടെക്നിക്കും ഉണ്ട്. നിങ്ങളൊരു കുറഞ്ഞിരിക്കും. ധൈര്യമായിട്ട് കൊടുക്കും. താങ്ക് യു. ഓക്കെ, മറിയാമ്മ ഡോക്ടറെ. ഷീല ഡോക്ടറെ സംസാരിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നല്ല ക്ലാസ് ആയിരുന്നു. ഒത്തിരിയും നല്ല നല്ല മെഡിസിനെ കുറിച്ചൊക്കെ അവയർനെസ് കിട്ടി. അപ്പൊ എന്റെ ഒരു സംശയം, ഈ കാൽമഗ് ടിഞ്ചർ എന്ന് പറഞ്ഞാൽ എത്ര ഡ്രോപ്സ് വീതമൊക്കെ കൊടുക്കാം ഡോക്ടറെ ഒരു ദിവസം? 10 ഡ്രോപ്സ് ആണ്. ഞാൻ കൊടുക്കണ ഞെട്ടരുത്. എന്തോ? ഞാൻ കൊടുക്കണ കേട്ടാ ഞെട്ടരുത്. ഇല്ല, ഡോക്ടർ പറഞ്ഞോ. അതാ പറഞ്ഞ കാര്യമുണ്ട്, ഞങ്ങൾ ഞെട്ടൂല. 20 ഡ്രോപ്സ് 3-4 നേരം കൊടുത്തിട്ടുള്ള കേസുകളുണ്ട്. 15 ഡ്രോപ്സ് കൊടുത്തിട്ടുള്ള കേസുകളുണ്ട്. ഫ്രീക്വന്റ് ആയിട്ട് കൊടുക്കുക. ടോണിക്കുമായിട്ടും ലിവറിന്റെ ഒരു ഇതുമായിട്ടും നമുക്ക് കൊടുക്കാം. ധൈര്യമായിട്ട് കൊടുക്കാം. പിന്നെ ഒരു സംശയം, ഇപ്പൊ ഹൈപ്പോ തൈറോയിഡ് ആയിട്ടുള്ള പേഷ്യൻസിന് പൊതുവെ പിന്നെ ഇത് കൊളസ്ട്രോൾ കൂടുതലായിരിക്കുമല്ലോ ഡോക്ടറെ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് മരുന്ന് കൊടുക്കാൻ ഏതെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ തന്നെയാണോ നല്ലത്? അതുപോലെ ടിഞ്ചേഴ്സോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ ഇത് കുറയ്ക്കാനായിട്ട്, കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട്? കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ആദ്യം തൈറോയിഡുമ കയറി പിടിക്കുക. തൈറോയിഡ് കൺട്രോളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇതിൽ കുറവ് വരും. കാരണം എല്ലാ ഫങ്ഷൻസും കറക്റ്റ് ആവും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് തൈറോയിഡിനും തന്നെ 30 കൊടുത്താലും ഫാറ്റി ലിവർ കുറയും. പിന്നെ ചെയ്യാനുള്ള കൊളസ്ട്രിനം 3x കൊടുക്കാം. മനസ്സിലായി? ഫെൽട്ടോറി നല്ലതാണ്, കൊളസ്ട്രിനം 3x നല്ലതാണ്. പക്ഷെ അവിടെ കയറി കളിക്കാതെ ഇതുമ കയറി കളിച്ചാൽ മാറൂല. തൈറോയിഡ് ആദ്യം കറക്റ്റ് ചെയ്യുക. അതിന്റെ കൂടെ അക്യൂട്ട് ആയിട്ട് വേണമെങ്കിൽ ഇതിലോട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ കൊളസ്ട്രിനം, ഫെൽട്ടോറി അല്ലെങ്കിൽ കാഡസ് അല്ലെങ്കിൽ കാൽമഗ് ഇങ്ങനെയുള്ള മെഡിസിൻ കൊടുക്കാം.
അതൊരു ഉം. ടെമ്പററി റിലീഫേ വരുള്ളൂ. ആദ്യം തൈറോയിഡും ബാക്കി ഹോർമോൺ ഇഷ്യൂസും ചെയ്യാതെ, കാരണം ഫാറ്റ് അക്കമുലേഷൻ കൂടും, PCOD വരാനുള്ള സാധ്യതയുണ്ട് ഇഫ് ഇറ്റ്സ് എ ഫീമെയിൽ. അങ്ങനെ വരുമ്പോൾ തൈറോയിഡ് ആദ്യം കൺട്രോൾ ചെയ്യാം. ഉം. അപ്പൊ അതിന് കോൺസ്റ്റിറ്റ്യൂഷൻ തൈറോയിഡ് മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഉം. ഓക്കെ, ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് മെഡോറിനം ഒന്ന് ചിന്തിക്കാവുന്നതാണ്, കാരണം സൈക്കോട്ടിക് കേസായിട്ട് വരും. ആ. ഓക്കെ, മെഡോറിനം വണ്ണം വേണമെങ്കിൽ വീക്ക്ലി വൺസോ വീക്ക്ലി ട്വൈസോ കൊടുത്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആ. റിസൾട്ട്സ് കിട്ടും. ഓക്കെ ഡോക്ടറെ. ഓക്കെ ഓക്കെ. ഓക്കെ. തൂജ ടെന്നം ഏതൊരു ക്ലാസ്സിൽ ഞാൻ കേട്ടായിട്ട് കൊടുക്കുന്ന കൊളസ്ട്രോളിന് തൂജ ടെന്നം നല്ലതായിരിക്കുമെന്ന്. അങ്ങനെ. തുജ, അത് ബേസിക് തുജയുടെയും ഇഷ്യൂ ഇതാണ്, ആന്റിസൈക്കോട്ടിക് ആണ്, ആ. മനസ്സിലായോ? ഓക്കെ ഡോക്ടറെ. പിന്നെ പ്ലാന്റും ആണ്, റിസൾട്ട്സ് ഉണ്ടാവും. പക്ഷെ ഇവിടെ ഈ തൈറോയിഡ് കൂടുതലുള്ള കൊളസ്ട്രോളിന് മാത്രമല്ല, നമുക്ക് തൈറോയിഡും ഇതും കൂടി ജോയിൻ ചെയ്തുകൊണ്ട് മയാസം, സൈക്കോട്ടിക് മയാസം പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഉം. അപ്പൊ അവിടെയാണ് എന്താ പറയാ മെഡോറിനത്തിന്റെ ഇത് വരുന്നത്. കാരണം കൂടുതൽ ഡീപ്പില് ഇറ്റ് വിൽ കവർ തൈറോയിഡ് ഓൾസോ. ഓക്കെ. മനസ്സിലായി? അവിടെ അതാണ് തൈറോയിഡിന്റെ ഇത് വരുന്നത്. ഓക്കെ സർ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ ഷീല ഡോക്ടറെ, അപ്പൊ നമ്മുടെ സമയം ഏകദേശം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. പ്രശോഭനൻ ഡോക്ടർ ഉണ്ടോ? മ്യൂട്ട് ചെയ്യാമോ? ഇല്ലെങ്കിൽ ഇനി ആർക്കെങ്കിലും അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നന്ദി പറയുന്നതിന് മറിയാമ്മ ഡോക്ടറെ ക്ഷണിക്കുന്നു. നന്ദി ഷൈല ഡോക്ടർ. എന്തായാലും വളരെ വളരെ നല്ല ഒരു ക്ലാസ്സാണ് ഇന്ന് നമുക്ക് ഡോക്ടറിൽ നിന്ന് ലഭിച്ചത്. വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസ് ചുരുങ്ങിയ കാലയളവ് കൊണ്ട് സുഖപ്പെടുത്തിയത് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് കാണിച്ചു തന്നു. ഇത്രയും നല്ല രീതിയിൽ ഇത്രയും വലിയ അസുഖങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർക്ക് വളരെ വളരെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് വരണമെന്നും അഭ്യർത്ഥിക്കുന്നു. സാറിന് ഇന്നത്തെ ക്ലാസ്സിന് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും മോഡറേറ്റർ ഷൈല ഡോക്ടർക്കും നന്ദി അറിയിക്കട്ടെ. ഓക്കെ മറിയാമ്മ ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വൈദ്യര ഡോക്ടർക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. വൈദ്യര ഡോക്ടർ ഒരു മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. എന്തായാലും വളരെ സന്തോഷം. അപ്പൊ ഇന്ന് ക്ലാസ് എടുത്ത നല്ലൊരു ക്ലാസ്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വളരെ നല്ല ക്ലാസ് എടുത്ത ഡോക്ടർ സാദത്ത് സേട്ട് സാറിനും എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ടും, അതുപോലെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവരും മറിയാമ്മ ഡോക്ടർ, ഷീല ഡോക്ടറൊക്കെ സംശയങ്ങളും ഒക്കെ ആയിട്ട് എത്തി. അവർക്കും നന്ദി അറിയിച്ചുകൊണ്ടും എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാള വിഭാഗം പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.